ഹലോ ഈ സ്ഥലമൊക്കെ മൈൻക്രാഫ്റ്റിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഒരു ട്രേഡിംഗ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും മിക്കവാറും അത്. ഞാനന്ന് കുറച്ച് ട്രേഡൊക്കെ ചെയ്തു ഗൈസ്. ഇപ്പൊ നമ്മുടെ ബാക്കിൽ കാണാൻ പറ്റും ഗൈസ്. നമ്മുടെ ലേറ്റർ തിരിച്ചു കൊടുന്നു ഗൈസ്. അതുമ്പോൾ ഞാൻ അൺബ്രേക്കിംഗ് 3 അതുപോലെ മെൻഡിങ് ആഡ് ചെയ്തു. അതെ, നമ്മൾ ട്രേഡിംഗ് ഹാളിൽ നിന്ന് 2 ബുക്ക് വാങ്ങിച്ചു ഓൾറെഡി. 2 കുറച്ച് ബുക്ക് വാങ്ങിച്ചു ഗൈസ്. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ട്രേഡ് വരാണെങ്കിൽ അവിടെ നിന്ന് ഒരു ബുക്കെങ്കിലും വാങ്ങണം ഗൈസ് മിനിമം. അല്ലെങ്കിൽ അവർ ലോക്ക് ചെയ്യില്ല. അത് ഒരെണ്ണം വാങ്ങി ലോക്ക് ചെയ്താലേ അവർ മാറ്റാണ്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം വാങ്ങി വരുമ്പോൾ ആൾ മാറ്റിയിട്ടുണ്ടാവും ഗൈസ്. അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. ആ ഓരോന്ന് വെച്ച് ഞാൻ അതിന് തന്നെ ലെറ്റർ മെൻഡ് ചെയ്തു ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ പോണ ഗൈസ്. അത് ഗൈസ് അത് നിങ്ങൾക്ക് തോന്നും ഇതായിരിക്കണം അയൺ ഫാം തോന്നും. അതിപ്പോൾ വർക്കാവണില്ലേ, ഇത് ബ്രേക്ക് ആയത് കുറച്ച് ദിവസമായി കഴിച്ചത്. അതിപ്പോൾ വർക്കായിട്ട് ഇതിൽ ഒരു അയണും വരുന്നില്ല ഗൈസ്. ഉണ്ടാ പൂ മാത്രം ഉണ്ട്, ബാക്കി ഒരു അയണും ഇല്ല. എന്തായാലും നമ്മൾ ഈ ഫാം ഇവിടുന്ന് പൊട്ടിച്ച് നമ്മുടെ ഐലൻഡിൽ കൊണ്ട് വയ്ക്കാൻ പോയതാണ് ഗൈസ്. എന്തായാലും ഇപ്പോൾ ഫാം ബ്രേക്ക് ആയി. നമുക്ക് നമ്മുടെ ഐലൻഡിൽ തന്നെ വേറൊരു ഫാം ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഫാം അത്രയ്ക്കധികം ഹൈ ലെവലല്ല, അത്രയ്ക്കധികം ലോ ലെവലല്ല ഗൈസ്. ഒരു മീഡിയം ആണ് ഗൈസ്. കുറച്ച് റിസോഴ്സ് മതി, അതുപോലെ അത്യാവശ്യം നല്ല സ്പീഡിൽ വർക്കാവും ചെയ്യും. ഈസി ആയ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയ ഫാം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ഇതിന് അയണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഇപ്പോൾ ഫുൾ ഡയമണ്ട് ആർമറും പിക്കാക്സും എല്ലാം ഉണ്ട്. എനിക്ക് ഇനി അയണ്ട ആവശ്യമുണ്ട്. അതെ ഗൈസ്, എനിക്ക് ഇനിയും കുറെ അയണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ കുറെ അയൺ ഉണ്ടായിരുന്നു. ഞാൻ അയണ്ട ബ്ലോക്ക് ആക്കിയിട്ട് കുറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഫാമിൽ നിന്ന് കിട്ടിയത്. അതൊക്കെ കൊണ്ട് അവിടുന്ന് ആ ഫാമിലത്തെ എല്ലാ അയണം വെച്ച് ഞാൻ അവിടെ ട്രേഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവന്മാരൊക്കെ ആർമർ തന്നെ ലെവൽ എത്തിച്ചു. ഇയാളെ അയൻ തന്നെ ലെവൽ എത്തിച്ചു. അങ്ങനെ ഈ യുവമാരൊക്കെ അയൻ തന്നെ ലെവൽ എത്തിച്ചു. ആർമറിന് ഇത്രയാക്കി നമ്മൾ കുറെ അധികം ട്രേഡ് ചെയ്തു. പിന്നെ ലൈബ്രറിയൻസ് ഇവിടെന്ന് കുറച്ച് പേരെ ട്രേഡ് ചെയ്തു ഗൈസിന്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അൺബ്രേക്കിംഗ് 3 കിട്ടും ഇയാളെ ലോക്ക് ചെയ്തല്ലേ. ഇയാൾക്ക് ഞാൻ തരണേന് പ്രത്യേകിച്ച് സിൽക്ക് ടച്ചാണ് ഗൈസ്. കാരണം അതൊക്കെ നമുക്ക് അധികം ആവശ്യമില്ല സാധനമാണ്. അതുപോലെ തന്നെ ഇയാളെ എഫിഷ്യൻസി 5 തരുന്നുണ്ട്, ആളെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെദർ ഫോളിങ് 4 പറഞ്ഞ ഇയാളുണ്ട്, ആളെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ട്രേഡൊക്കെ നടത്തി. ഈ സൈഡിൽ ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ട്രേഡ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മഴയിൽ പൈസ കൊടുത്താണ് പൈസ എല്ലാം വാങ്ങണം. 32 എമറാൾഡ് ഒരു ബുക്ക് കൊടുത്താലാണ് ഫെദർ ഫോളിങ് 4ന്റെ ബുക്ക് തരാം ആള്. അപ്പോൾ അതിനുവേണ്ടി എമറാൾഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് ഈ IM വെച്ച് ട്രേഡ് ചെയ്യണം. ഈ IM വെച്ച് ട്രേഡ് ചെയ്ത് എൻ്റെ കുറേ അയൺ ഉണ്ടായിരുന്നു. ആ ഫാമിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫാമായിരുന്നു മറ്റേ ഫാം. ആ ഫാമിൽ നമുക്ക് കിട്ടിയ അത്ര തുടക്കം തൊട്ട് കിട്ടിയ അയൺ വെച്ച് ട്രേഡ് ചെയ്തിട്ടാണ് ഇത്രയ്ക്കധികം അൺലോക്ക് ചെയ്തത്. ഇനി കുറെ അൺലോക്ക് ചെയ്യേണ്ട. അതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ലൂട്ടാണ്. ഇത്രയ്ക്കധികം ബുക്ക് കിട്ടി. 2 ബുക്ക് കൂടി ഉണ്ടായിരുന്നു. ആ 2 ബുക്ക് വെച്ചാണ് ഞാൻ ലെറ്റർ മെൻഡ് ചെയ്തത്. എന്നിട്ട് ഇവന്മാരെ അൺലോക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറെ വേസ്റ്റ് കിട്ടി. കുറെ ചപ്പും ചവറ് കിട്ടിയിട്ടുണ്ട്. ഒരു അയണിന്റെ ലെഗിൻസ് കിട്ടിയിട്ടുണ്ട്. അതല്ലാണ്ട് ബാക്കി കുറെ ചപ്പും ചവറ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴേലൊക്കെ യൂസ് വരും. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ പോണേ. ഇത്രയ്ക്ക് റിസോഴ്സ് മതി ആ അയൺ ഫാം ഉണ്ടാക്കാനായിട്ട്. ഇത്രയ്ക്ക് മതി. മറ്റേ അയൺ ഫാമിനായിട്ട് നന്നായി വർക്കാവും ചെയ്യും. ആ അയൺ ഫാം ഉണ്ടാക്കാൻ കുറച്ച് 3 ബെഡ് മതിയായിരുന്നു. പക്ഷേ ഈ അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ 6 ബെഡ് വേണം. പിന്നെ ഞാൻ ഉണ്ടാക്കണതിന്റെ ഒരു ഈ വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ ഫാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് ഈ ട്രാപ്പ് ഡോർ തുറന്ന് ഇവിടെ ഒരു വഴി ഉണ്ടാക്കി പിന്നെ ഇതിന്റെ മേലേക്ക് ഒരു സോമീനെ കൊണ്ടുവരണം. അതാണ് എനിക്ക് തോന്നുന്നത് ടഫാവാനുള്ള പരിപാടി. ഓക്കെ സെറ്റ്. ഇവിടെ സ്റ്റെയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രി ആകുമ്പോൾ ഒരുപാട് സോമി കയറി വന്ന് വരും. എന്നിട്ട് നമ്മളിവിടെ തള്ളിയിടും. ഓക്കെ സെറ്റ്. വർക്കാവുന്ന തോന്നുന്നുണ്ട് ഈ പ്ലാൻ. ഇത്ര നേരം നല്ല സ്മൂത്ത് ആയിട്ടാണ് ഈ സ്പോൺ ഉണ്ടായേ. രാത്രി ആകുമ്പോൾ പറയാൻ പോയി. ഇവിടെ എല്ലാ സാധനവും പോയി തോന്നുന്നുണ്ട് അത്യാവശ്യം. പിന്നെ വേറെ എവിടെയോ സ്പോണായേ. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അത് കുഴപ്പമില്ല. എന്നാലും ഗീസ് എൻ്റെ എന്തിട്ട് ആവശ്യമുള്ളതുണ്ടായി. ആവശ്യമുള്ള വല്ലതുണ്ടായ എൻ്റെ കയ്യിൽ ഉണ്ടായ. അയ്യോ എൻ്റെ പിക്കാക്സ് അയ്യോടാ. എൻ്റെ ഒരു ഡയമണ്ടിന്റെ പിക്കാക്സ് ഉണ്ടായിരുന്നു മെൻഡിങ് ഉള്ളത്. അതൊക്കെ പോയി തോന്നുന്നുണ്ട്. ഈ സ്വച്ഛ കിട്ടും. ഞാൻ പത്തണ്ണൻ്റെ ഒരു പിക്കാക്സെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഈ സൈഡിൽ സിലിക് ടച്ചുള്ളതായിരുന്നു എൻ്റെ ഉണ്ടായത്. എന്തെങ്കിലും ബെഡ് വന്നിട്ടുണ്ട്. വേറെ ഒന്നും വന്നിട്ടില്ല. XP എടുക്കുന്നുണ്ട്. അതെങ്കിൽ അത് ഉള്ളതൊക്കെ പോയി ഗീസ് അവിടെ നിന്ന്. എന്തായാലും രാത്രി നമുക്ക് സോംബിനെ കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കാം. ഇത് തോന്നുന്നു ഞാൻ അവിടെ ഫുള്ള് ലൈറ്റ് പ്രൂഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. സോംബി ഉണ്ടെങ്കിൽ അതിന് തന്നെ ടോർച്ച് എടുത്തതിനൊക്കെ പൊട്ടിക്കേണ്ടി വരും ഗീസ്. നോക്കട്ടെ. ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ. ഇവിടെ സോംബി സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നേരം പോയി നിന്ന് നോക്കാം. രാത്രി ആവാറുണ്ടല്ലോ എന്തായാലും. മിക്കവാറും ഇപ്പോൾ സ്പോൺ ആവേണ്ടതാണ്. ഓക്കെ സോംബി സ്പോൺ ഇനി അമ്മയുടെ ആവശ്യമില്ലടോ. നമ്മുടെ സ്ഥലത്ത് സോംബി സ്പോണായി ഗീസ്. ഓക്കെ അപ്പോൾ ഞാൻ നൈസായിട്ട് എനിക്ക് ഓടാൻ പറ്റണില്ല. ഞാൻ അവിടെ ഹാളത്ത് എനിക്ക് ഇവിടെ എത്തോ. ഓക്കെ ആൾ വന്നു. കയറി
മേലെ കയറി ഒരു ബ്ലോക്ക് വെച്ചു. ഓക്കെ, വാടാ വാടാ, വേഗം വന്നതിനോട് വീട് വീട് നോക്കിക്കണേ. അവിടെ അടിക്കല്ലടാ അടാ, ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇങ്ങോട്ട് വീട് വീടതിനൊഴുകി. ഇവനെ കൊണ്ട് വലിയ കഷ്ടമായല്ല. ഓക്കെ, വീട് ഫൈനലി. അയ്യോ, ഞാൻ നിലത്ത് പോയി. എൻ്റെ ലെറ്റർ ഉണ്ട്, എൻ്റെ കയ്യിൽ ലെറ്റർ ഉണ്ട്. ലെറ്റർ ഉണ്ടെങ്കിൽ ചാവാൻ പറ്റില്ല. ഇപ്പോൾ സോമന്റ് സെറ്റ് ചെയ്ത് കൊല്ലടാ. ഓക്കെ, സന്തോഷമേ ഉള്ളൂ. ഒരു സോമന്റ് ട്രാപ്പ് ചെയ്യേണ്ടി നമുക്ക് നൈസായിട്ട് കിടന്ന് ഉറങ്ങാം. ചെയ്യൂ, ഇപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ആ വാതിലടച്ചിട്ടില്ല, അവർക്ക് വെയിലേക്കും. ട്രാപ്പ് ഡോറൊന്ന് അടച്ച് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ സീനില്ല. നമുക്ക് ബാക്കി വേണ്ടി രാവിലെ ചെയ്യാൻ കേസ്. നമുക്ക് ഇനി നെയിം ടാഗിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ സാധനം ഡീസ്പോണായി പോകും. മേഘപ്പിട്ട് നെയിം ടാഗ് എടുത്തിട്ട് വരാം കേസ്. ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി. എൻ്റെ ചെസ്റ്റിൽ എവിടെ ഇരിക്കുന്നുണ്ട് നെയിം ടാഗ്. നെയിം ടാഗിൽ ബോട്ട് വെച്ചാലും മതി കേസ്. പക്ഷേ ബോട്ട് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടാണ് കേസ്. അതാണ് ഞാൻ നെയിം ടാഗ് കൊടുക്കാന്ന് വെച്ചാൽ. നെയിം ടാഗ് ആണെങ്കിൽ എടുക്കാൻ മറന്നു. സ്പീഡ് കുറഞ്ഞ കുതിരയ്ക്ക് അത് ലെറ്റർ എടുത്ത് പറക്കണം. കാരണം കൊണ്ട് സ്പീഡ് കുറഞ്ഞിട്ട് തോന്നുന്നതാണോ? അല്ല, പറഞ്ഞാൽ എൻ്റെ ലെറ്റർ എടുത്ത് തുടങ്ങി. ഞാൻ എനിക്ക് കുതിരനെ കൊണ്ടുവന്നേ. എൻ്റെ ലെറ്റർ ഉണ്ടായി, എൻ്റെ കുതിരേനെ എടുത്ത് നോക്കുന്നു. അത് ഡിസ്പോണായി പോകാണ്ട് നിന്നാൽ മതിയായിരുന്നു ഈ ഗ്യാപ്പിൽ. ഇപ്പോൾ റോഡ് നിൽക്കട്ടെ, ഞാൻ പോരാ. വാല്യൂസിനുള്ളിൽ നെയിം ടാഗ് ഉണ്ടാവണം. അപ്പോൾ ഒരെണ്ണം ഉണ്ട് ഗൈസ്. അത് ഞാൻ നെയിം ടാഗിൻ്റെ നെയിം വെളിയിൽ പോയിട്ട് ഏതെടുത്ത് ഡിസ്പോണായി പോകാണ്ട് നിന്നാൽ മതിയായിരുന്നു ഗൈസ്. പോവല്ല, അനുസരണ അനുസരണ ഇറങ്ങിക്കോ. സോംബി ഡിസ്പോണായിട്ടാവല്ലേ പ്ലീസ്. വൈ, ഇതാണ് ഈ സോംബിനെ കൊണ്ടുള്ള കഷ്ടപ്പാട്. നെയിം ടാഗ് എടുക്കാൻ മറന്നു എന്നുള്ളതാണ് ഞാൻ. ഓക്കെ, അടുത്ത രാത്രി ആവട്ടെ ഗൈസ്. ഓക്കെ, ഇപ്പം രാത്രിയാണ് ഇത് സൂര്യമോള്. മിക്കവാറും ഇപ്പോൾ സോംബി സ്പോണോ. ഓക്കെ, സോംബി വന്നു. ആളുടെ കയ്യിലെന്തോണ്ടല്ല. വെയിറ്റ് ചെയ്യാം, ലെറ്റർ ഒരുക്കിയിട്ട് ലെറ്റർ വെച്ച് പോകുന്നത് സേഫ് അല്ല. എനിക്കിപ്പോൾ മനസ്സിലായി ഗൈസ്. ഞാൻ ലെറ്റർ എന്തായാലും ഒരു പണിക്ക് പോവില്ല. ഓക്കെ, വായ കയറി. ആളുടെ ശവല അങ്ങോട്ട് ഉണ്ട്. സാർ ഒരിടയ്ക്ക് മിക്കവാറും ഞാൻ ചാകും, നല്ല ചാൻസ് ഉണ്ട്. അയ്യോ, എന്താ പെർഫെക്റ്റ് ടൈമിങ്. പോടാ, ഇത് കുറെ സോംബി ഉണ്ടല്ലോ. പെട്ടാ. ഓക്കെ, ഓരോരുത്തരെ പോന്നോട്ടെ. വീണോട്ടെ. വീട് ബ്രോ, എന്നെ വിളിക്ക്. പോട്ടെ, ഇങ്ങോട്ട്. ഓക്കെ, ഇയാൾ പോയിട്ട് കവർ ചെയ്ത് കൊടുത്ത് നമുക്ക് വന്ന് ഈ സോംബിക്ക് പേര് കൊടുത്ത് അടച്ച്. ഇത് അടക്കല്ല, ഇത് പൊട്ടിക്കണം. ഈ ആളെ കൊണ്ട് ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യമില്ല കേസ് നമുക്ക്. ആളെ സോറി ബ്രോ, ആള് വീഴാൻ വേണ്ടി വെച്ചാണ് ചേച്ചേ. ഓക്കെ, എന്നിട്ട് ബ്ലോക്ക്. ഓക്കെ, സെറ്റ്. സോംബിയുടെ ഭാഗം കംപ്ലീറ്റ് ആയി കേസ്. ഇപ്പം എൻ്റെ ഒരു സമാധാനേ. ഇന്നലെ തിരുണ്ട പണിയായിരുന്നു ചേച്ചി ഇത്. അതൊക്കെ നെയിം ടാഗൊക്കെ വെച്ച് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ആളെന്തായാലും ഡീസ്പോണായി പോയില്ല. ഇനി നമ്മുടെ വില്ലേജസ് കൊണ്ടുവരേണ്ട സമയം. അതിന് അവന്മാർക്ക് ഒരു കൂടുണ്ടാക്കാൻ കഴിച്ചു. അതിന് തന്നെ എവിടെയായിട്ട് ഇടാൻ കഴിച്ചു. വെച്ച് ഓക്കെ, നമ്മൾ ഇന്ത്യ വില്ലേജ് അങ്ങോട്ട് പോകേണ്ടതാണ്. നമുക്ക് വർക്കാവാൻ നോക്കാൻ ചെയ്തത്. സെറ്റ് വരുന്നുണ്ട്. പോട്ടെ ഇവിടെ വരാൻ പോകുള്ളൂ. മുന്നോട്ട് പോകാമേ. ഇതൊന്നും ഇത് വർക്കാവില്ല നൈസ്. പൊട്ടിച്ച് ഞാൻ എന്നെ ഓട്ടത്തെ കരുതി. അവിടെ നിൽക്കട്ടാ. നമുക്കപ്പോൾ ഒരു വില്ലേജറായി. നമുക്ക് അങ്ങനെ 6 വില്ലേജറിനെ ആക്കണം അതിനുള്ളിൽ. ഓക്കെ, രണ്ടാമത്തെ വില്ലേജർ പോയിട്ട് മൂന്നാമത്തെ വില്ലേജർ, നാലാമത്തെ വില്ലേജർ, അഞ്ചാമത്തെ വില്ലേജർ, ലാസ്റ്റത്തെ വില്ലേജർ മുന്നോട്ട് പോട്ടെ. ഓക്കെ, ടോർച്ച് എടുത്തോർത്തൊന്ന് ടോർച്ച് ഉണ്ടാക്കിയിട്ടേ രാത്രി അല്ലെങ്കിൽ ഇനി സോംബി വരാൻ നിൽക്കും. അതുപോലെ തന്നെ എല്ലാവരൊക്കെയാണ് ഇനി സോംബീസ് പോണാൻ പോകുന്നില്ല കേസ്. ഞാൻ അതോർത്ത് പേടിക്കണം. നമുക്ക് ഇവരിപ്പോൾ ബെഡായിട്ട് കണക്ട് ആവേണ്ടതാണ്. അയ്യോ, ഇവിടെ കുഴി ഉണ്ടല്ല. അമ്മമാര് വിശ്വസിക്കാൻ പറ്റില്ല കേസ്. കണ്ണി കണ്ട കുഴിക്കൊക്കെ എടുത്ത് ചാടുക അമ്മമാര്. ഏകദേശം നല്ല രീതിക്ക് രാത്രി ആയിണ്ട്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പോയി ഇറങ്ങ്. ഓക്കെ, അവിടെ 2 പേര് കയറുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ടല്ല. ഈ ബെഡൊന്നുമില്ല ഇവിടെ. അവിടെ എന്താ ബ്രോ, നെറ്റ് പോയാ? ഞങ്ങളെ പോണേ.
ഇവിടെ 3 പേരായി ഓൾറെഡി. ഇവിടെ അപ്പുറത്ത് സീറ്റ് ഉണ്ട് ബ്രോ. ഇവിടെ വന്നേ, ഇടുവാ ഇടുവാ. ഓക്കെ ലിങ്കൈ കൊണ്ട് ഇതേതാ പോടാണ്. പോടാ എൻ്റെ വില്ലേജസ് പ്രൊട്ടക്റ്റ് അയക്കും നിങ്ങൾ. ഓക്കെ ഇവന്മാരെ കൊണ്ടൊന്ന് മിക്കവാറും ചാവാ. ഇതേതാ വില്ലേജർ? പോടാ ബ്രോ. ഇതിനെ മേലെ കഴിക്കും. ഇതിന് മേലെ ആളുണ്ടോ മിക്കവാറും. ഇവിടെ ഒരു ബെഡ് ബാക്കിയുണ്ട്. ഇങ്ങോട്ട് വാ. കയറ്. സോംബീസ് ഒന്നും ഇല്ലാന്ന് ഉദ്ദേശിക്കുന്നു. പൊട്ടിച്ചു. ഓക്കെ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് അങ്ങനെ ഈ സൈഡ് പൊട്ടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പെൻസോട്ടി പൊട്ടിച്ച് കളഞ്ഞേക്കാം. അതുപോലെ തന്നെ ഈ കോഴി. ഓക്കെ ഞാൻ ഒഫീഷ്യലി നമ്മുടെ ഫാം കംപ്ലീറ്റ് ചെയ്യേണ്ടി. ഞാൻ ഇപ്പം എന്നെ വർക്കാവുന്ന നോക്കണം. അത് എന്തായാലും നോക്കാം. ഇപ്പം എന്തായാലും വില്ലേജസ് തുടങ്ങിക്കൊണ്ടിരിക്കുക. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റ് വേണം. ഇത് നൈസായിട്ട് പൊട്ടിക്കുക. അവന്മാരെ ഇൻറ്റു ഇവിടെ വയ്ക്കുക. ഇത് നൈസായിട്ട് പൊട്ടിക്കുക. ബാക്കി ഒരു അയങ്കോലം ഇപ്പം പോയി ഇപ്പം എന്നെ കണ്ടുവരണം പോകുന്നത്. സെറ്റ് ഇതൊന്ന് പൊട്ടി എത്തില്ലേ. ഓ പിന്നെ മേലെ കയറുന്നിട്ട് കാട്ടണേ. ഇത് പൊട്ടിക്കുക. ഇവന്മാരും മേടിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതും പൊട്ടിക്കുക. അയങ്കോലം സ്പോൺ ആവേണ്ടതാണ്. ഒരു അയങ്കോലം സ്പോണായിട്ട് ഇതിനുള്ളിൽ വീണായിരുന്നു. അത് ചത്ത മിക്കവാറും നമ്മുടെ ഇങ്ങോട്ടായിട്ട് നിരത്തി കിടക്കണ്ടാവും. വെയിറ്റ് ഇനി വേറെ അയങ്കോലം സ്പോൺ ആവട്ടെ. ഓക്കെ ഒരു അയങ്കോലം സ്പോൺ ആയി. 2 സ്പോണാണ്. ഇത് 1 സ്പോൺ ആയിക്കണേ. ഒരെണ്ണം സ്പോൺ ആയുള്ളൂ. 2 സ്പോൺ ആവണം. ഓക്കെ ഒരെണ്ണം ഇവിടെ സ്പോൺ ആയിട്ട്. ബ്രോ ഇവിടെ സോംബി ഇങ്ങോട്ട്. ഇവിടെ കാണുന്നില്ലേ? കണ്ണുണ്ട് വിടറാ. അങ്ങോട്ട് നോക്കറാ. കുറച്ചുകൂടി റേഞ്ച് പോകണം തോന്നുന്നു. അങ്ങോട്ട് നോക്കമേ. ഇവനെ കൊണ്ട് ഇവിടെ ഡ്രൗൺ അല്ലടാ സോംബി ഉണ്ട് ഇവിടെ. ഡ്രൗണിന്റെ പിന്നാലെ പോണേ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിന്റെ ചുറ്റും അതിൽ കിട്ടേണ്ടി വരും കേസ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ഇങ്ങനെ ഡ്രൗണിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും കേസ്. ഇനി രാവിലെ ആവട്ടോന്ന് പോയി. ഇവിടെ ഇപ്പോഴും വർക്കാവുന്നുണ്ട്. അപ്പുറത്തെ അയണറ് കറങ്ങാൻ പോയേക്കാണ് കേസ്. ഓക്കെ രാവിലേക്കുണ്ട്. ഇപ്പം ഈ അയണർ തിരിച്ചു വരുമോ ബ്രോ ഒന്ന്. ഞാൻ എന്നെ അടിക്കാണ്ട് വരില്ല എന്ന് തോന്നുന്നു. ഓക്കെ വായോ ഇങ്ങനെയെങ്കിലും വായോ ബ്രോ ഒന്ന്. ഇവിടെ തന്നെ ആൾക്കാരെ കൊല്ലാൻ നോക്കണം. രക്ഷപ്പെടുത്താൻ പോവും. ഇങ്ങോട്ട് വായോ. ഈ വഴി വായോ. ബൈ. ഓക്കെ അവിടെ പോയിട്ടുണ്ട്. ഓക്കെ ഇനി 2 സ്പോൺ ആവാൻ നോക്കാം. ഇനി ഒരു സമയത്ത് തന്നെ 2 സ്പോൺ ആവണം. അങ്ങനെയാണെങ്കിൽ ഈ ഫാം വർക്കാവുണ്ട്. ഓക്കെ 2 സ്പോണായി. ഇയാളെന്താ നെറ്റ് പോയി. ഇയാളുടെ എടാ ഇവിടെ സോംബി മേലെ നോക്ക്. മേലേക്ക് നോക്കറാ പൊട്ടാ. ഹലോ 3G ആണോ? 5G ഒന്നും വേൻ. ഓക്കെ 5G ചെയ്യുന്നുണ്ട്. ഓക്കെ 2 റെഡി പോയിട്ടുണ്ട്. നമ്മുടെ ഈ ഫാം വർക്കാവുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലാഡർ ഉണ്ടാക്കണം ഗൈസ്. അതിന് കുറച്ച് ഫുഡ് വേണമല്ല. ഫുഡാണ് ഗൈസ് നമുക്ക് കുറവ്. ഫുഡിനൊരു പ്രശ്നമില്ല. നമ്മൾ ഫാമുള്ള കാരണം എത്ര ഫുഡ് വേണമെങ്കിലും എടുക്കാം. ഒരു ലാഡർ 15 കിട്ടി മതി. അടിക്കെത്തി. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ലാഡർ വെച്ചേ. നമുക്ക് പിന്നെ ശരിയാക്കാം. ഓക്കെ വേറെ ഞങ്ങളെ സ്പോൺ ആയത്. ഇവിടെ കണ്ണടക്കാൻ സ്ഥലം ഉണ്ടായില്ലേ. ഇതാ ഇങ്ങനെ ഇരിക്കണേ. ഈ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട. 27 അയാണ് ഇവിടെ വന്നിട്ട്. ഓക്കെ നമ്മൾ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായുള്ളൂ. ഇതപ്പേക്ക് നമുക്ക് 27 അയം കിട്ടി. 27 ലൈസ് 31. ഇപ്പോൾ 4 കൂടി വരും. ഈ ഫാം മറ്റേ ഫാമിനായിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആവണമൊക്കെ ഉണ്ട്. നൈസായിട്ട് മേലെ കയറി പോട്ടെ. ഒരു ട്രാപ്പ് ഡോർ എടുത്ത് ഇവിടെ നടത്തോണായേ. 2 പേര് ഫോണുണ്ട്. അടുത്ത് വെക്കാം ഗൈസ്. ഓക്കെ അപ്പോൾ അവന് ശരിയില്ല, നമുക്ക് ശരിയില്ല. ഓക്കെ നമ്മുടെ ഫാം ഇത്രയുള്ള ഗൈസ്. നമ്മുടെ ഫാം ഇനി പറ്റിങ്ങി എൻ്റെ ചുറ്റും മതിൽ കെട്ടണം ഗൈസ്. അല്ലെങ്കിൽ വല്ല സോംബീസൊക്കെ വന്ന് ഒരു അയങ്കോലം പോയല്ല ഒരു റൗണ്ട് പിന്നാലെ അതുപോലെ ഇനി പോവും. ഇത് പറ്റിങ്ങി ഒരു മതിലൂടെയും കെട്ടണം ഗൈസ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫാം കംപ്ലീറ്റ് ആയി. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അപ്പോൾ അതില്ല അത് ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുണ്ടായില്ലേ. സോംബിയുടെ ഫാം മാത്രം കുറച്ച് കഷ്ടപ്പാടുണ്ടായല്ലോ. ബാക്കിയൊക്കെ നല്ല സിമ്പിൾ ആയിരുന്നു. അത് ഗൈസ് നല്ല സിമ്പിൾ. അപ്പോൾ ഈ ഫാം നല്ല രീതിക്ക് തന്നെ വർക്കാവുണ്ട് ഗൈസ്. 2 അയങ്കോലം ഇപ്പം സ്പോണേ പറഞ്ഞ നിലത്തിലുണ്ടായി. പിന്നെ ഇയാളെന്താ പിന്നെ 3G ആയാ ബ്രോ മേലേക്ക് നോക്കുമേൻ. ഓക്കെ
നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാൻ മുതൽ ബൈ ഗീസ്.